കഴിഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയോ? തുടങ്ങണം. തുടങ്ങിയ എന്നെ സബ്സ്ക്രൈബ് ചെയ്യോ? ബെല്ലൈക്കണോ അതൊക്കെ വലിയൊരു സക്സസ് ആണ്. ഭയങ്കര ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? എന്തായിരുന്നു 50 ദിവസം ഓടുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? 50 ദിവസം ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത് നമ്മൾ ദൈവത്തിനോടൊരു പൂജ വെച്ചിട്ട് മൊത്തം കാലം തന്ന പോലെ ഭയങ്കര വലിയൊരു സക്സസ് ആണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതും പോരാതെ OTT ഇറങ്ങിയപ്പം അതിനേക്കാളും റെസ്പോൺസ് ഈവൻ ഫ്രം ദ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മളുടെ അതർ കൺട്രീസിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭയങ്കര റെസ്പോൺസാണ് കിട്ടുന്നത്. അതിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ ഫ്ലഡായി കിടക്കണം. അത്രയും മെസ്സേജും ഭയങ്കര സന്തോഷം. ഭയങ്കര എന്താ പറയുക ഇമോഷണലാണ് ആക്ച്വലി. എൻ്റെ ഇവിടെ വരുമ്പോൾ പോലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. താങ്ക് യു എല്ലാവരും നിങ്ങളുടെ ടൈം മാറ്റി വെച്ച് ഇവിടെ വന്നത്. താങ്ക് യു സോ മച്ച്. റാണയുടെ വീട് എവിടെയാണ്? പാലക്കാട്. നല്ല ക്വസ്റ്റ്യൻ. ഈ ആദ്യത്തെ പടമാണല്ലോ, ഇത് കിട്ടാൻ വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇത് കിട്ടി, ഇപ്പം മനസ്സിൽ എന്താണ് ശരിക്കുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞത്? ഭയങ്കര ഹാപ്പിയാണ്. വളരെ ബാലൻസിങ് ആയിട്ട് തന്നെയാണ് എവറി സെക്കൻഡ് ഓഫ് ഈ സക്സസ് കാണുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോകുന്നത്. പക്ഷേ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അത് ഞാൻ ദൈവത്തിനോടും എല്ലാവരോടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ടീമിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ബിക്കോസ് എന്താ പറയുക, എനിക്ക് ഒരു ഫീലുണ്ട്, എനിക്ക് വേണ്ടി എഴുതിയതാണ് ചിഞ്ചു റാണി എന്നൊരു ഫീലുണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. ഇത് കഴിഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയോ? തുടങ്ങണം. തുടങ്ങിയ എന്നെ സബ്സ്ക്രൈബ് ചെയ്യോ? ബെല്ലൈക്കണോ അതൊക്കെ അല്ല, ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നത് ആ ഡാൻസ് കളിക്കുന്ന സമയത്ത് പനിയായിരുന്നു എന്നൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് ആ ഒരു രംഗം ചെയ്യുന്നത്. ഡാൻസ് അല്ല, ഒരു 90% ഓഫ് ദിസ് പ്രോജക്റ്റ് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. എനിക്കല്ല, നമ്മുടെ ടീം മൊത്തം ഉണ്ടായിരുന്നു. ഫുൾ ടീം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് 2 പ്രാവശ്യം ബാക്ക് ടു ബാക്ക് ഫീവർ വന്നായിരുന്നു. ബട്ട് ഐ എം ഹാപ്പി. ഇങ്ങനത്തെ റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ആ സമയത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചല്ല. അതെന്തോ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തു. കുഴപ്പമില്ല. ആദ്യ പടം തന്നെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ചെയ്യാൻ പറ്റി. ദിലീപേട്ടൻ ഒരു ജനപ്രിയ നായകന്റെ കൂടെ ചെയ്യാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമറായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് തന്നെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. സോ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണെന്നാണ് വിശ്വസിക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ്. സോ ഐ ആം ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. ഇഷ്ടപ്പെട്ട നടന്നതാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് അതെ നോട്ട് ഫോർ ദിസ് പർട്ടിക്കുലർലി ദിസ് പ്രോജക്റ്റിനല്ല. ഇതിന് മുമ്പൊരു തമിഴ് പ്രോജക്റ്റ് ആയിരുന്നു ആക്ച്വലി ലോഞ്ച് ആവേണ്ടിയിരുന്നത്. അതും ഇതുപോലെ ഫീമെയിൽ ലീഡായിട്ടുള്ള നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിലാണ് എനിക്ക് സിനിമ വളരെ പാഷനായിട്ട് ഒരുപാട് വർഷം വെയിറ്റ് ചെയ്തപ്പം ആ ലാസ്റ്റ് ഫൈനൽ മൊമെൻറ്റിൽ ഐ ഗോട്ട് ദ സ്കോളർഷിപ്പ്. സോ ഈവൻ ദിസ് ഇയർ ഓൾസോ ഐ ഗോട്ട് മെയിൽ ഫ്രം ദ യൂണിവേഴ്സിറ്റി, US-ലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അത് എനിക്ക് സിനിമ ഇഷ്ടമുള്ളൂ, അത് ഡ്രോപ്പ് ചെയ്തു. പടം കണ്ടിട്ട് യൂട്യൂബ് ബ്ലോഗേഴ്സ് വിളിച്ചിട്ട് ഞങ്ങളാണെന്ന് ഇങ്ങനെ ഇല്ല, അങ്ങനെ എല്ലാവരും യൂട്യൂബ് ബ്ലോഗേഴ്സ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. എന്നെ വിളിച്ചാൽ ഇങ്ങനെ മോശമായിട്ട് വിഷമിപ്പിക്കുന്ന പോലും ആരും സംസാരിച്ചില്ല. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ സ്നേഹത്തോടെ തന്നെ സംസാരിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് സക്സസ്ഫുൾ ഇപ്പോൾ 50 ദിവസം തിയേറ്ററിൽ തന്നെ ഓടുന്നു. OTT ഇറങ്ങിയപ്പം തന്നെ ഒരുപാട് ഇതിനെപ്പറ്റി അഭിനന്ദനങ്ങൾ വരുന്നു. അപ്പോൾ എങ്ങനെ അത് എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ദിവസം ഒരു നെഗറ്റീവ് റിവ്യൂ വരാൻ കാരണം? ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഈ സെക്കൻഡ് വരെ നെഗറ്റീവ് റിവ്യൂ നോക്കിയിട്ടില്ല, സത്യമായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് വളരെ ഹ്യൂജ് ആയതുകൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം അതിലായിരുന്നു. അപ്പം എൻ്റെ ഇടയ്ക്ക് സമയം